ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് മാല കെട്ടാൻ ഒരു യുവാവിന് നിയമനം ലഭിക്കുന്നു. അതോടെ ക്ഷേത്രത്തിലെ തന്ത്രിമാർ തന്ത്രം ബഹിഷ്കരിക്കുന്നു. ഒടുവിൽ ദേവസ്വം ബോർഡ് ആ യുവാവിനെ ഓഫീസിലേക്ക് മാറ്റുന്നു. തന്ത്രിമാർ വന്ന് താന്ത്രിക ജോലികൾ പുനരാരംഭിക്കുന്നു. ജാതി ചോദിക്കരുത്, പറയരുത് എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തോട് ഉപദേശിച്ചിട്ടുള്ളത്. ഇവിടെ പക്ഷേ ജാതി പറയാതെ ഒരടി മുന്നോട്ടു പോകാൻ കഴിയില്ല. ആ യുവാവ് ഈഴവ ജാതിയിൽ ഉൾപ്പെട്ടയാളായതിനാലാണ് ബ്രാഹ്മണ തന്ത്രിമാർ 2025 തന്ത്രം ബഹിഷ്കരിച്ചത്. ഏതാണ്ട് 100 വർഷം മുൻപ് പി കൃഷ്ണപിള്ള കയറി മണിയടിച്ചപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രം ഇതുപോലെ ഇവരുടെ മുൻ തലമുറ ബഹിഷ്കരിച്ചു. നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും കേരളം മാറിയില്ലേ? സത്യം പറയട്ടെയിലേക്ക് സ്വാഗതം. 1919 ശ്രീമൂലം പ്രജാസഭ ടി.കെ. മാധവൻ ഒരു വിഷയം ഉന്നയിച്ചു. തിരുവനന്തപുരം കടയ്ക്കാവൂർ ക്ഷേത്രത്തിൽ പ്രവേശിച്ച 4 ഈഴവ യുവാക്കളെ കോടതി ശിക്ഷിച്ചു. ആ കോടതി വിധിയിലെ വാചകവും ടി.കെ. മാധവൻ പ്രജാസഭയിൽ വായിച്ചു. ഈഴവർ വിശ്വാസത്തിൽ ഹിന്ദുക്കളായിരുന്നാലും ബ്രാഹ്മണർ, നായന്മാർ തുടങ്ങിയ സവർണ ഹിന്ദുക്കളുടെ മതബോധത്തിന് ക്ഷോഭ കാരണവും അവർക്കും ദേവനും അശുദ്ധ കാരണവുമാണെന്ന ബ്രാഹ്മണ സിദ്ധാന്തം അംഗീകരിക്കണം. ഇതായിരുന്നു കോടതി വിധിയുടെ വാചകം. ഈഴവരുടെ സ്പർശനവും സാമീപ്യവും അശുദ്ധ കാരണമാണെന്നുള്ള ബ്രാഹ്മണ ബോധത്തിന് എതിരെ പ്രമേയം പാസാക്കണമെന്ന് ടി.കെ. മാധവൻ ആവശ്യപ്പെട്ടു. ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, പ്രജാസഭയിലെ മറ്റാരും ഇതേക്കുറിച്ച് മിണ്ടിയതുമില്ല. ശ്രീമൂലം പ്രജാസഭയിൽ ടി.കെ. മാധവൻ വിഷയം ഉന്നയിച്ചതിന് ശേഷമാണ് വൈക്കം സത്യാഗ്രഹത്തിനുള്ള ആലോചനകൾ തുടങ്ങുന്നത്. അവിടെ ശരിക്കും ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം പോലും ആയിരുന്നില്ല മുഖ്യ വിഷയം. ക്ഷേത്രത്തിനടുത്തുള്ള വഴിയിലൂടെ പോലും ഈഴവർക്കുൾപ്പെടെ പ്രവേശനം നിഷേധിച്ചതായിരുന്നു. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. പിന്നെയും 7 വർഷം കഴിഞ്ഞ് 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹം ക്ഷേത്രത്തിന് സമീപത്തുകൂടി വഴി നടക്കാനായിരുന്നെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം ഈഴവർക്കുൾപ്പെടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായിരുന്നു. ഗുരുവായൂരിൽ നിന്ന് ഏറെ ദൂരമില്ല കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക്. 100 വർഷത്തിന് ശേഷം ഭഗവാനുള്ള മാല കെട്ടാനായി ഒരു ഈഴവ യുവാവ് വന്നതാണ് അവിടെ പ്രശ്നമായത്. അതിനാണ് തന്ത്രിമാർ ക്ഷേത്രം ബഹിഷ്കരിച്ചത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ പരീക്ഷ പാസ്സായി വന്നതാണ് തിരുവനന്തപുരം സ്വദേശി. ഫെബ്രുവരി 24 കഴകം ജോലിക്ക് ചുമതലയേറ്റു. ഈഴവനെ കഴകം ജോലിക്ക് എടുക്കരുതെന്ന് തന്ത്രിമാരും വാര്യർ സമാജവും ആവശ്യപ്പെട്ടു. 6 തന്ത്രി കുടുംബങ്ങളിലെയും അംഗങ്ങൾ അന്ന് മുതൽ ക്ഷേത്ര ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നു. മാർച്ച് 9 പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് തന്ത്രിമാർ പങ്കെടുക്കണം. അവർ ഇല്ലെങ്കിൽ ചടങ്ങ് മുടങ്ങും. ഈ സാഹചര്യത്തിൽ ഭരണസമിതി ചേർന്ന് യുവാവിനെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റി നിയമിച്ചു. ഓഫീസിലാണെങ്കിൽ തന്ത്രിമാർക്ക് പോകേണ്ടതുമില്ല. ജാതിയല്ലാതെ ആ യുവാവിന് മറ്റൊരു തടസ്സവുമില്ല എന്നതിനാലാണ് ഇവിടെ ജാതി പറയേണ്ടി വരുന്നത്. ഈഴവനായി ജനിച്ചു എന്നതിനാൽ മാത്രം ക്ഷേത്രത്തിലെ കഴകത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. പൂ പറിക്കുകയും മാല കെട്ടുകയുമാണ് ആ തസ്തികയിൽ ചെയ്യേണ്ട ഏക ജോലി. ശ്രീകോവിലിൽ പ്രവേശിക്കുകയോ പൂജ ചെയ്യുകയോ വേണ്ട. ശമ്പളത്തിന് പുറമെ ക്ഷേത്രത്തിൽ നിന്ന് പടച്ചോറിനും അവകാശമുണ്ട്. തസ്തികയുടെ വലിപ്പമോ ശമ്പളത്തിന്റെ വലിപ്പമില്ലായ്മയോ ഒന്നുമല്ല ഇവിടെ വിഷയമാകുന്നത്. ജാതി മാത്രമാണ്. എന്നിട്ടും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ഇവിടെ എല്ലാവരും കോൺഗ്രസുകാരായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ജാഥാ ക്യാപ്റ്റനായിരുന്നു AKG. ക്ഷേത്രത്തിൽ കയറി മണിയടിച്ചത് പി കൃഷ്ണപിള്ളയായിരുന്നു. സത്യാഗ്രഹ സമിതിയുടെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭനായിരുന്നു. കെ കേളപ്പനായിരുന്നു സമര നായകൻ. KP കേശവമേനോനായിരുന്നു മുഖ്യ സംഘാടകൻ. ഇവരെല്ലാം കോൺഗ്രസുകാരും ആയിരുന്നു. 1927 ഏപ്രിൽ 5 കോഴിക്കോട് ചേർന്ന കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനം പാസാക്കിയ ഒരു പ്രമേയമുണ്ട്. അതെങ്കിലും ഓർത്തിരുന്നെങ്കിൽ ഇരിഞ്ഞാലക്കുട വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇടപെടുമായിരുന്നു. കോൺഗ്രസ് ഇപ്പോഴും തിരുത്തിയിട്ടില്ലാത്ത 15ാമത്തെ പ്രമേയം ഇങ്ങനെയാണ്: അയിത്തോച്ചാടനം ചെയ്യാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും റോഡുകൾ, കിണറുകൾ, കുളങ്ങൾ, ക്ഷേത്രങ്ങൾ ഇവയെ ഉപയോഗിക്കുന്നതിനും പ്രവൃത്തി ചെയ്യുന്നതിനും ജാതി മതഭേദം തടസ്സമായി വരരുതെന്ന് ജാതി ഹിന്ദുക്കളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയായിരുന്നു ആ പ്രമേയം. കോൺഗ്രസ് അന്ന് അഭ്യർത്ഥിച്ചത് ജാതി ഹിന്ദുക്കളോടാണ് എന്ന് മറക്കരുത്. ക്ഷേത്രപ്രവേശനം മാത്രമല്ല, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്കും എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രമേയം പാസാക്കിയിട്ടുണ്ട്. 1931 മെയ് 3 മുതൽ 5 വരെ വടകരയിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു അത്.
90 വർഷം മുൻപ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച കോൺഗ്രസിന് ഇന്ന് ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെടാൻ കഴിയുമോ? SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്കും ഒരേ നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? BJP സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയും? ശബരിമല ക്ഷേത്ര പ്രവേശനം പോലെ ആചാരപരമല്ല ഇത്. ഗുരുതരമായ ജാതി വിവേചനമാണ് നടക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിന്റെ സത്യമെന്നെങ്കിലും ഇവരൊക്കെ അംഗീകരിക്കുമോ? ഇതോടെ സത്യം പറയട്ടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.